നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ തന്നെ നമ്മൾ ആദ്യത്തെ 3 കൺസെപ്റ്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നാലാമതായി നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പറയുന്നത്? അക്കൗണ്ടിങ് പീരീഡ് റെഫേഴ്സ് ടു എ സ്പാൻ ഓഫ് ടൈം at the end of it financial statements are prepared to calculate profit or loss and ascertain financial position. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയപരിധിയാണ്, ഒരു ടൈം ഇൻ്റർവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു നിശ്ചിത സമയം. ഈ സമയപരിധിയുടെ അവസാനം സാമ്പത്തിക പത്രികകൾ തയ്യാറാക്കി ലാഭനഷ്ടങ്ങളും സാമ്പത്തിക നിലയും കണക്കാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്, അല്ലേ? നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണഗതിയിൽ നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജൂൺ മുതൽ ആരംഭിച്ച് എവിടെയാണ് മാർച്ച് 31 കൂടി അവസാനിക്കുന്നതാണ് നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ അക്കൗണ്ടിങ്ങിലും നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ലാഭനഷ്ട കണക്ക്, അതേപോലെ തന്നെ സാമ്പത്തിക നില, ഇതൊക്കെ കണക്കാക്കുന്നത് നമ്മൾ ഒരു നിശ്ചിത പീരീഡ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണഗതിയിൽ വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഈ പറയുന്ന ലാഭനഷ്ട കണക്കുകളും ഈ പറയുന്ന നമ്മളുടെ സാമ്പത്തിക നിലയും എല്ലാം അസർട്ടൈൻ ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ ആവണമെന്ന് മാത്രം നിർബന്ധമില്ല. ആധുനിക അക്കൗണ്ടിങ്ങിൽ പിന്നെ 3 മാസത്തിലൊരിക്കലും 6 മാസത്തിലൊരിക്കലും ഒക്കെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാറുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ നിയമപരമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ, നിയമപരമായിട്ട് ചിന്തിക്കുമ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു വർഷത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ മുഴുവൻ ട്രാൻസാക്ഷനും, അപ്പോൾ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു വർഷം, അതാണ് ഇവിടെ സ്പാൻ ഓഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്പാൻ ഓഫ് ടൈം ഇതിൽ കൂടുതലാകാം, ഈ ഒരു വർഷത്തിൽ കൂടുതലാകാം, ഒരു വർഷത്തിൽ കുറവുമാകാം. എന്തു തന്നെ ആയാലും അങ്ങനെ ഒരു സ്പാൻ ഓഫ് ടൈം, ഒരു ടൈം ഇൻ്റർവെൽ, ഒരു നിശ്ചിത സമയത്തുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക പത്രികകൾ തയ്യാറാക്കുന്നത്. ലാഭനഷ്ട കണക്കുകളും അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം ശക്തമാണ് അല്ലെ ദുർബലമാണ് എന്നൊക്കെ അറിയുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് ഈ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത് ഒരു വർഷമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച്, 2013 നമ്മുടെ കമ്പനീസ് ആക്ട്, പുതിയ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടത് വാർഷികാടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത്. വർഷത്തിലൊരിക്കൽ നമ്മുടെ സാമ്പത്തിക പത്രിക, അതായത് നിങ്ങളുടെ ലാഭനഷ്ട കണക്കുകളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും, അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറയും, അല്ലെ? ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ സാമ്പത്തിക നില എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം സാമ്പത്തികമായി ശക്തരാണ്, നിങ്ങൾക്ക് എത്ര ആസ്തികളുണ്ട്, നിങ്ങൾക്ക് എത്ര ബാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിന് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. നിങ്ങൾ എത്രമാത്രം ലാഭം ഉണ്ടാക്കി, നഷ്ടമുണ്ടാക്കി, അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണക്കാക്കുന്ന പത്രികയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ ഈ 2 പത്രികകളും നമ്മൾ വാർഷികാടിസ്ഥാനത്തിൽ തയ്യാറാക്കണമെന്നാണ് കമ്പനീസ് ആക്ടിൽ പറയുന്നത്. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റാണ്. ഇപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് concept all assets are recorded in the books of account at its purchase price. Purchase price include cost of acquisition, transportation, installation, etc. The cost concept is historical in nature. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ സാധാരണഗതിയിൽ അസറ്റുകൾ വാങ്ങുമ്പോൾ, അസറ്റുകൾ അക്വയർ ചെയ്യുമ്പോൾ എന്താണോ അതിൻ്റെ പർച്ചേസ് പ്രൈസ്, നമ്മൾ വാങ്ങിയ വില എന്താണോ അത് ആ ഒരു വിലയിലാണ് ഈ പറയുന്ന ആസ്തികൾ രേഖപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. അതിനകത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റലേഷൻ, എറ്റ്സെട്ര, അതെല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങുന്നു നോക്കുക. അപ്പോൾ ആ മെഷീനറി വാങ്ങി നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവെക്കാനുള്ള മുഴുവൻ ചിലവുകളും ഈ പറയുന്ന മെഷീനറിയുടെ ചിലവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു യന്ത്ര സംവിധാനം, ഒരു മെഷീനറി വാങ്ങാൻ 10,000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ഈ പറയുന്ന മെഷീനറി വാങ്ങാൻ വേണ്ടി 10,000 രൂപ മുടക്കണം. നിങ്ങളിപ്പോൾ താമസിക്കുന്നത് കൊല്ലത്തും നിങ്ങൾ വാങ്ങാൻ പോകുന്ന മെഷീനറി എറണാകുളത്തും ആണെന്ന് വെക്കുക. അപ്പോൾ എറണാകുളത്ത് ഒരു സ്ഥാപനത്തെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ആ മെഷീനറി വാങ്ങാൻ നിങ്ങൾ 10,000 രൂപ കൊടുക്കണം. അപ്പോൾ 10,000 രൂപ കൊടുത്താൽ മാത്രം പോരാ, ഈ 10,000 രൂപ മെഷീനറിയുടെ വിലയാണ്, മെഷീനറിക്ക് നിങ്ങൾ കൊടുക്കേണ്ട വില. പക്ഷേ അതിനകത്ത് വേറെയും ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന എറണാകുളത്ത് നിന്ന് അത് കൊല്ലത്തേക്ക് കൊണ്ടുവരണമെന്ന് വെക്കുക. അപ്പോൾ അവർ പറയുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരണമെങ്കിൽ 1,000 രൂപ നിങ്ങൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ, ലോഡിങ് അൺലോഡിങ് എല്ലാം കൂടെ ചേർത്ത് 1,000 രൂപ കൊടുക്കണമെന്ന് വെക്കുക. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. വെറുതെ കൊണ്ടുവന്ന് വെച്ചാൽ പോരാ, അത് ഫിറ്റ് ചെയ്യണമെന്ന് വെക്കുക. നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ഫാക്ടറിയിൽ ആ ഫിറ്റ് ചെയ്യുന്നതിന് ഇൻസ്റ്റലേഷൻ എന്ന് പറയും, സ്ഥാപിക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും 1,000 രൂപ മുടക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡിൽ യന്ത്ര സംവിധാനത്തിൻ്റെ വില എന്ന് പറയുന്നത് 10,000 ആയിട്ട് മാത്രം രേഖപ്പെടുത്തിയാൽ പോരാ. ആ യന്ത്ര സംവിധാനം കൊണ്ടുവന്ന് സ്ഥാപിച്ച് നിങ്ങൾ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ചിലവുകളും ആ യന്ത്രത്തിൻ്റെ ചിലവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നിങ്ങളുടെ ആ യന്ത്രത്തിൻ്റെ വില നിങ്ങളെ സംബന്ധിച്ച്, ആ മെഷീനറിയുടെ വില നിങ്ങളെ സംബന്ധിച്ച് 10,000 അല്ല, മറിച്ച് 10,000-ൻ്റെ കൂടെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷനും ഇൻസ്റ്റലേഷനും എല്ലാം മുടക്കിയ പൈസ, അതെല്ലാം കൂടെ ചേർത്ത് 12,000 രൂപയായിട്ട് തന്നെ എഴുതണം. അതായത് കോസ്റ്റ് കൺസെപ്റ്റ് ഇതാണ് പറയുന്നത്, നിങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾ അസറ്റുകൾ വാങ്ങുമ്പോൾ അത് അതിൻ്റെ വാങ്ങിയ വിലയിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വാങ്ങിയ വിലയിലല്ലേ സാധാരണ രേഖപ്പെടുത്തുന്നത് അസറ്റുകൾ, അല്ലാതെ വേറെ വിലയുണ്ടോ എന്ന് നമ്മൾക്കൊരു ചോദ്യം ഉണ്ടാകും അല്ലേ? തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്ഥലം വാങ്ങുന്നത്, ലാൻഡ് വാങ്ങുക എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഈ ലാൻഡ് നിങ്ങൾ വാങ്ങുന്നത് 5 ലക്ഷം രൂപയ്ക്കാണ്. 5 ലക്ഷം രൂപ കൊടുത്താണ് ഈ ലാൻഡ് വാങ്ങുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്താ പറയുന്നത്? 5 ലക്ഷം രൂപ കൊടുത്താണ് നിങ്ങൾ ഈ ലാൻഡ് വാങ്ങുന്നതെങ്കിൽ കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾ 5 ലക്ഷം രൂപ തന്നെയാണ് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കാണിക്കേണ്ട 5 ലക്ഷം തന്നെയാണ്. അപ്പോഴാണ് അക്കൗണ്ടന്റ് പറയുന്നത്, യഥാർത്ഥത്തിൽ 5 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ലാൻഡിന് മുടക്കിയെങ്കിലും അതിൻ്റെ ഒരു മതിപ്പ് വില 10 ലക്ഷം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപയുടെ ലാൻഡ് നമ്മൾ വാങ്ങിയെങ്കിലും അതിന് യഥാർത്ഥത്തിൽ 10 ലക്ഷം രൂപയുടെ വിലയുണ്ടെന്ന് കരുതുക. എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ വിറ്റാൽ കിട്ടുമെന്ന് കരുതുക. അപ്പോൾ യഥാർത്ഥ അതിന് 5 ലക്ഷം നമ്മൾ മുടക്കിയെങ്കിലും കോസ്റ്റ് 5 ലക്ഷം ആയെങ്കിലും നമുക്ക് അതിൻ്റെ യഥാർത്ഥ വാല്യൂ എത്രയാണ്? 10 ലക്ഷമാണ്. കാരണം അതിന് അത്രയും വില മാർക്കറ്റിൽ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് എന്ന് നിങ്ങൾക്ക് അക്കൗണ്ടിൽ എഴുതി വെക്കാൻ പറ്റില്ല. അക്കൗണ്ടിൽ അങ്ങനെ നിങ്ങൾ ബുക്ക് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. വാങ്ങിയ വിലയായ 5 ലക്ഷം തന്നെ കാണിക്കണം. ഇനി വേറൊരു അവസരത്തിൽ ഈ 5 ലക്ഷം രൂപയുടെ ലാൻഡിന് 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾ കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് 5 ലക്ഷമാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ പറയുന്ന 2 ലക്ഷത്തിലേക്ക്, അതായത് നമ്മളെപ്പോഴും അപ്രീസിയേഷനേക്കാളും വില കുറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പരിഗണിക്കാറുണ്ട്. അത് പിന്നീട് നമ്മൾ അത് എഴുതി തള്ളും. അധികം, അതായത് ഓവർ വാല്യൂഡ് ആണെങ്കിൽ നമ്മൾ അസറ്റുകൾ എഴുതി തള്ളുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് സംഭവിക്കുന്നതാണ്. പക്ഷെ അസറ്റ് വാങ്ങുന്ന സമയത്ത് അസറ്റിൻ്റെ വില റെക്കോർഡ് ചെയ്യേണ്ടത് ഈ പറയുന്ന എത്ര രൂപയ്ക്കാണോ നമ്മളത് അക്വയർ ചെയ്ത് വാങ്ങിയത് അതേ വില തന്നെ കാണിക്കണം എന്നുള്ളതാണ് കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അസറ്റിൻ്റെ വില മാത്രമല്ല, അസറ്റ് കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള ചിലവ് മുഴുവൻ ഈ പറയുന്ന കോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് ആണ്. ഒരുപക്ഷെ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും മർമ്മപ്രധാനമായ കൺസെപ്റ്റ് എന്ന് നമുക്ക് ഇതിനെ പറയേണ്ടി വരും. അതായത് അക്കൗണ്ടിങ്ങിന്റെ ദ്വന്ദ്വഭാവം അല്ലെങ്കിൽ ഇരട്ട മുഖം കാണിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ അക്കൗണ്ടിങ്. Every transaction has a dual or twofold effect and to be recorded in two places. The duality principle is expressed in accounting equation. Assets equal to liabilities plus capital. അപ്പോൾ എന്താണ് ഈ തത്വം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ ഇടപാടുകളും, എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഒരു ഇരട്ട മുഖമുണ്ട്, ദ്വന്ദ്വഭാവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് മടങ്ങ് എഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷനും എഴുതുമ്പോൾ, സാധനങ്ങൾ വാങ്ങുമ്പോൾ, ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എന്ത് സാമ്പത്തിക ഇടപാടുകൾ ട്രാൻസാക്ഷനാണ്. ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ്, സാധനങ്ങൾ വാങ്ങുന്നത് ഒരു സാമ്പത്തിക ഇടപാടാണ്, സാധനങ്ങൾ വിൽക്കുന്നത് വേറൊരു സാമ്പത്തിക ഇടപാടാണ്,
സാലറി കൊടുക്കുന്നത് ഒരു സാമ്പത്തിക ഇടപാടാണ്, കമ്മീഷൻ കൊടുക്കുന്നത് സാമ്പത്തിക ഇടപാടാണ്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നത് സാമ്പത്തിക ഇടപാടാണ്. എല്ലാ സാമ്പത്തിക ഇടപാടുകളും മിനിമം രണ്ട് തരത്തിൽ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു ഫലം അല്ലെങ്കിൽ ഒരു ദ്വന്ദ്വഭാവം ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾ കുറഞ്ഞത് 2 അക്കൗണ്ടുകളിലെങ്കിലും എഴുതി സൂക്ഷിക്കണം, എഴുതേണ്ടതായിട്ട് വരും. കുറഞ്ഞത് 2 അക്കൗണ്ടുകളിൽ, 2 സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ എല്ലാം എഴുതപ്പെടുന്ന അക്കൗണ്ടുകളിലാണ് നമ്മൾ ഈ പഠിക്കും. അപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എല്ലാം അഫക്റ്റ് ചെയ്യപ്പെടുന്നത്, എഴുതപ്പെടുന്നതെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ എല്ലാം, ഇടപാടുകളെല്ലാം എന്തിനാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടുകളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമ്മളിനി വിശദമായിട്ട് ഇനി വരുമ്പോൾ പഠിക്കും. എന്തായാലും ശരി, ഈ പറയുന്ന എല്ലാ ട്രാൻസാക്ഷനും 2 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 2 അക്കൗണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടേ മതിയാവൂ. അതായത് ഒരു അക്കൗണ്ടിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ട്രാൻസാക്ഷനും അക്കൗണ്ടിങ്ങിൽ ഇല്ല. 2 അക്കൗണ്ടുകളെങ്കിലും ബാധിക്കുന്ന ട്രാൻസാക്ഷനാണ് എല്ലാ ട്രാൻസാക്ഷനും. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു ഇക്വേഷൻ, ഈ പറയുന്ന ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിൽ നിന്ന് നമ്മളൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ്, ആസ്തികൾ എന്ന് പറയുന്നത് ബാധ്യതയും ക്യാപിറ്റലും തമ്മിൽ കൂട്ടുന്നതിന് തുല്യമാണ് എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ഓരോ ഇടപാടും 2 സ്ഥലങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പം മെഷീനറി പണം കൊടുത്ത് വാങ്ങി എന്ന് കരുതുക. ഇത് 2 അക്കൗണ്ടുകളെ ബാധിക്കും നമ്മളിവിടെ പറയുന്നത്. അതായത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ച്, അക്കൗണ്ടുകളെ കുറിച്ച്. മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ മെഷീനറി വാങ്ങുമ്പോൾ, മെഷീനറി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മളൊരു അക്കൗണ്ടാണ്, മെഷീനറി അക്കൗണ്ടായിട്ട് എടുക്കും. അതേപോലെ പണമാണ് നമ്മൾ കൊടുക്കുന്നത്, ക്യാഷ് അല്ലേ. മെഷീനറി വരുന്നു, ക്യാഷ് പോകുന്നു, 2 എഫക്റ്റ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മെഷീനറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന 2 അക്കൗണ്ട് അവിടെ വരുന്നുണ്ട്. ഇതിനെ 2നെയും ബാധിക്കും. മെഷീനറി എന്ന് പറയുന്ന അക്കൗണ്ട് നമുക്ക് അല്ലെങ്കിൽ മെഷീനറി എന്ന് പറയുന്ന പുതിയൊരു ഒരു അസറ്റ് ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് വരികയാണ്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിനെ ബാധിക്കും അല്ലേ. മെഷീനറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വരുന്നു, അതേപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പോകുന്നു അല്ലേ. അപ്പോൾ 2 അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഇനി മെഷീനറി കടം വാങ്ങുകയാണെങ്കിലോ, അപ്പം നിങ്ങൾ ചോദിക്കും പണം പോകുന്നില്ലല്ലോ, അപ്പോൾ മെഷീനറി മാത്രമാണോ ബാധിക്കുന്നത്? അല്ല. മെഷീനറി കടം വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെഷീനറി അക്കൗണ്ട് വരും, അതേപോലെ കടം നൽകിയ ആളെയും കൂടെ നമ്മൾ നമ്മുടെ ബുക്കിൽ എഴുതി ചേർക്കണ്ടേ അല്ലേ. നമ്മൾക്ക് ആരാണോ സാധനം കടം തന്നത്, മെഷീനറി അസറ്റോ എന്ത് കടം തന്നാലും അയാളുടെ പേരും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടി വരുമല്ലോ. അപ്പോൾ മെഷീനറി കടം വാങ്ങിയാലും എന്ത് സംഭവിക്കും? ഈ പറയുന്ന മെഷീനറി അക്കൗണ്ടിനെ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. അതേപോലെ ക്രെഡിറ്റർ, നമ്മൾക്ക് കടം നൽകി, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ സാധനങ്ങളോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കടം വാങ്ങുന്നത്, അവർ നമ്മുടെ ക്രെഡിറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 അക്കൗണ്ട് വരും. എല്ലാ ട്രാൻസാക്ഷനും ഇതേപോലെ 2 തരത്തിലുള്ള അക്കൗണ്ടുകളെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 2ഓ അതിലധികമോ അക്കൗണ്ടുകളെ ബാധിച്ചേക്കാം. അതിനെയാണ് നമ്മൾ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മിനിമം കുറഞ്ഞത് 2 അക്കൗണ്ടുകളെങ്കിലും ബാധിക്കും, അല്ലെങ്കിൽ കുറഞ്ഞ 2 അക്കൗണ്ടുകളിലെങ്കിലും നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണ് പറയുന്നത്? റവന്യൂ ഫ്രം എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് റിയലൈസ്ഡ് ബൈ ദി ബിസിനസ്. That is, when the firm gets a legal right to realize it. Revenue is assumed to be realized at the point of time when goods are sold or service rendered. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് വരുമാനം നിയമപരമായിട്ട് സ്വന്തമാക്കാൻ കഴിയുമ്പോഴാണ് അക്കൗണ്ടിംഗ് ബുക്കുകളിൽ ഒരു ഇടപാട് വരുമാനമായി രേഖപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് വരുമാനം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ട്രാൻസാക്ഷൻ വന്നാൽ മാത്രമേ ഈ പറയുന്നത് നമ്മൾ അതിനൊരു വരുമാനമായിട്ട് എടുക്കാൻ പറ്റും. അതിന് നമുക്കൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്കത് സമർത്ഥിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ നമ്മൾക്ക് ഒന്നുകിൽ എന്ത് സംഭവിക്കും? പണം ലഭിക്കും അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾ പറയും, ഞാൻ കുറെ കഴിയുമ്പോൾ നമ്മൾ പണം തിരിച്ചു തരാം. അതായത് നമ്മളുടെ നിന്ന് സാധനം കടം വാങ്ങിക്കൊണ്ട് പോകാനുമുള്ളൊരു സാധ്യതയുണ്ട്. ഒന്നുകിൽ നമ്മൾക്ക് പണം
നമുക്ക് ലഭിക്കും അല്ലെ, ഉടനെ തന്നെ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന ആൾ, നമ്മൾക്ക് കടം വാങ്ങിക്കൊണ്ടുപോയ ആൾ പണം കൊണ്ടുതരും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ വരുമാനമായിട്ട് കണക്കാക്കാമോ? ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ജനുവരി 30 വിൽക്കുന്നു. അപ്പോൾ അത് ജനുവരി 30 വിറ്റ് കഴിഞ്ഞാൽ ഈ കടം വാങ്ങിക്കൊണ്ട് പോയ ആൾ പറയുകയാണ്, ഞാൻ മാർച്ചിൽ ഈ പൈസ കൊണ്ടുതരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വരുമാനമായിട്ട് അതിനെ പരിഗണിക്കുമോ? അത് ജനുവരിയിലാണോ മാർച്ചിലാണോ നമ്മൾ ഈ പറയുന്ന വരുമാനമായിട്ട് പരിഗണിക്കേണ്ടത് അല്ലേ? ഏത് മാസമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ജനുവരി മാസം തന്നെ അതിനെ വരുമാനമായിട്ട് പരിഗണിക്കണം. എന്താ കാര്യം? നമ്മൾ സാധനം വിറ്റു, പണം പിന്നീട് ആണ് തരുന്നതെങ്കിലും പണം വാങ്ങാനുള്ള ആ ഒരു റൈറ്റ് അല്ലേ, നമുക്ക് പണം കടം തരാനുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ ഡെപ്റ്ററിന് മുകളിലുള്ള റൈറ്റ്, ഡെപ്റ്റർ പണം തരാനുള്ളൊരു അവകാശം നമുക്ക് എന്ന് തന്നെ കിട്ടുന്നു? ജനുവരിയിൽ തന്നെ കിട്ടുന്നു. അയാൾ ഇനി എന്ന് തന്നാലും ജനുവരിയിലാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്, ഡെപ്റ്ററിന് മേലൊരു അധികാരം ഉണ്ടായത്, ഡെപ്റ്ററിന് മേലൊരു അവകാശം ഉണ്ടായത്, ഡെപ്റ്ററിൽ നിന്നൊരു റൈറ്റ് നമുക്ക് കിട്ടിയത് ജനുവരി മാസത്തിൽ തന്നെയാണ്. അപ്പൊ സാധനം ഒന്ന് വിറ്റു, അന്ന് തന്നെ നമുക്ക് പണം കിട്ടാനുള്ള ഒരു അവകാശവും ലഭിച്ചു അല്ലെ. പണം പിന്നീടാണ് തരുന്നതെങ്കിലും പണം കിട്ടാനുള്ള ഒരു അവകാശം ജനുവരിയിൽ തന്നെ ഉണ്ടായി. അപ്പോൾ നമ്മളത് ജനുവരി മാസത്തെ റവന്യൂ ആയിട്ട് തന്നെ എടുക്കണം ആണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് പണം കിട്ടുകയോ അല്ലെങ്കിൽ പണം കിട്ടാനുള്ള അവകാശം എന്നുണ്ടാകുമോ അന്ന് നിങ്ങൾ അതിനെ വരുമാനമായിട്ട് പരിഗണിക്കണം. അപ്പം സെയിൽസ് ഈ മാസമാണ് നടന്നതെങ്കിൽ പണം അടുത്ത മാസമാണ് കിട്ടുന്നതെങ്കിൽ പോലും ഈ പറയുന്ന റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് അനുസരിച്ച് ഈ മാസത്തെ സെയിൽസ് ആയിട്ട് മാത്രമേ നമ്മൾ അതിനെ പരിഗണിക്കൂ. കാരണം എന്താണ്? ഈ മാസം, അതായത് പണം കിട്ടാനുള്ള അവകാശം, പണം പിന്നീടാണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിലും പണം കിട്ടാനുള്ള അവകാശം നമുക്ക് ഈ മാസം തന്നെ ലഭിച്ചു. പണം പിന്നീടായിരിക്കും കിട്ടുന്നത്, അതൊരു വിഷയമേ അല്ല. അപ്പം ഈ മാസം തന്നെ പണം കിട്ടാനുള്ള അവകാശവും നമുക്ക് ലഭിച്ചു. സാധനം വിറ്റു, പണം കിട്ടാനുള്ള അവകാശം നമുക്ക് ഈ മാസം തന്നെ ലഭിച്ചു. അപ്പോൾ അത് ഈ മാസത്തെ തന്നെ വരുമാനമാണ്. അതാണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് പറയുന്നത്. അപ്പം പിന്നീട് കിട്ടിയാലും നമുക്കത് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സാമ്പത്തിക വർഷം നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസമാണല്ലോ. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അതായത് അക്കൗണ്ടിങ് എഴുതി തയ്യാറാക്കി തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതൽ നമ്മൾ മാർച്ച് 31 ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് അവസാനിക്കുന്നത് മാർച്ച് 31. ഒരു വർഷം അവസാനിക്കുന്ന മാർച്ച് 31. കണക്കെടുപ്പ് ദിവസത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാമായിരിക്കും അല്ലേ. ഇപ്പം മാർച്ച് 31 നമുക്കൊരു സെയിൽസ് നടക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ പക്ഷേ കടം തരാനുള്ള ആൾ പറയുന്നു, ഞാൻ അടുത്ത മാസം ഏപ്രിൽ മാത്രമേ തരത്തുള്ളൂ. അങ്ങനെയാണെങ്കിലും നമ്മളുടെ ഈ കൺസെപ്റ്റ് അനുസരിച്ച് അത് ഏത് മാസത്തെ വരുമാനമാണ്? മാർച്ച് 31 വരുമാനമാണ്. അതായത് മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തെ വരുമാനമാണ്. ഇപ്പം 2020 മാർച്ച് 31 നടക്കുന്ന ഒരു സെയിൽസ് പണം പിന്നീടാണ് കിട്ടുന്നതെങ്കിലും നമ്മുടെ ഏത് വർഷത്തെ സെയിൽസ് ആയിട്ട് കണക്കാക്കും? 2020 സെയിൽസ് ആയിട്ട് കണക്കാക്കും. 2019-20 സെയിൽസ് ആയിട്ട് കണക്കാക്കും. 19 ഏപ്രിൽ തുടങ്ങി 20 മാർച്ചിൽ അവസാനിക്കുന്നു എന്ന് വെക്കുക. ഇപ്പം 20 മാർച്ച് 31 നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആ 2019-20 തന്നെ ട്രാൻസാക്ഷനാണ്. പണം പിന്നീടാണ് കിട്ടുന്നതെങ്കിലും അതൊരു പ്രശ്നമേ അല്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അഡ്വാൻസ് ആയിട്ട് പണം, അതായത് അടുത്ത ഏപ്രിൽ മാസത്തേക്കുള്ള സെയിൽസിന് വേണ്ടി മാർച്ച് 31 അഡ്വാൻസ് വാങ്ങുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് ആ അഡ്വാൻസ് കിട്ടുന്നതിന് നമുക്ക് സെയിൽസ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂ? ഇല്ല, അത് അടുത്ത മാസത്തെ സെയിൽസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അത് നമ്മളിവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ എപ്പോഴാണോ സാധനം വിറ്റിട്ട് നമുക്ക് പണം കിട്ടാനുള്ള അവകാശമുണ്ട്, പണം ഒന്നുകിൽ കിട്ടുന്നു അല്ലെ പണം കിട്ടാനുള്ള ഒരു റൈറ്റ്, അവകാശം കിട്ടുന്നു, അപ്പോഴാണ് നമ്മൾ അതിനെ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അതാണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ ഇതിന് 2 എക്സെപ്ഷൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ്, ഹയർ പർച്ചേസ്. ഈ 2 കാര്യത്തിൽ ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. കാരണം ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മൾ വലിയ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു 5 വർഷം കൊണ്ടായിരിക്കും ഈ ബിൽഡിംഗ് പണിഞ്ഞ് തീർത്ത് കഴിഞ്ഞാലല്ലേ ഇതിനെ നമുക്ക് വിറ്റതായിട്ട് കണക്കാക്കാൻ പറ്റൂ അല്ലേ. പണിഞ്ഞ് തീർത്ത് കൈമാറിയാൽ മാത്രമേ നമ്മളതിനെ വിറ്റതായിട്ട് കണക്കാക്കാൻ പറ്റൂ. പക്ഷെ ഓരോ വർഷവും ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ ഈ പറയുന്ന കോൺട്രാക്ട് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ ക്ലയൻറ്റ്, നമ്മളാണ് കോൺട്രാക്ടർ എന്ന് കരുതുക, നമ്മുടെ ക്ലയൻറ്റ് പണം തരും.
അപ്പോൾ ഈ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ അത് നമ്മൾക്ക് ആ മാസത്തെ അല്ലെങ്കിൽ ആ വർഷത്തെ വരുമാനമായിട്ട് എടുക്കാൻ പറ്റും? ഇല്ല. കാരണം നമ്മൾ സാധനം അതുവരെ വിറ്റിട്ടില്ല. സാധനം വിൽക്കാന്ന് ഇവിടെ പറയുന്ന കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് പൂർത്തിയാക്കുമ്പോഴാണ് സാധനം വിൽക്കുന്നതിന് സമമാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. 5 വർഷം കഴിയുമ്പോഴായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പേ പണം വാങ്ങിയാലോ? നമ്മുടെ ഈ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിനെ എന്തായി കാണാൻ പറ്റത്തില്ല, വരുമാനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഒഴിവ് കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വർക്ക് എത്രമാത്രം കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ 1 വർഷം കൊണ്ട് 10% വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10% പൈസയും നമുക്ക് വരുമാനമായിട്ട് കണക്കാക്കാം. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും അതിൻ്റെ എക്സെപ്ഷൻ എന്താണ്? സാധാരണഗതിയിൽ സാധനം എപ്പോൾ വിൽക്കുന്നോ വിറ്റ് അതിൻ്റെ പണം കിട്ടാനുള്ള അവകാശം എന്നാണോ നമുക്ക് ഉണ്ടാകുന്നത്, വിൽക്കുന്ന സമയത്ത് തന്നെ പണം കിട്ടാനുള്ള അവകാശം നമുക്കുണ്ടാകും, പണം പിന്നീട് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു സമയത്ത് റവന്യൂ ആയിട്ട് എടുക്കണമെന്നാണ് പറയുന്നത്, നമ്മൾ നേരത്തെ ഉദാഹരണം അനുസരിച്ച്. പക്ഷെ അതിൻ്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒഴിവെന്ന് പറയുന്നത്, അതിനൊരു ഒഴിവുണ്ട് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെയും ഹയർ പർച്ചേസിൻ്റെയും കാര്യത്തിൽ ഈ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് നമ്മളൊരു വേറൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിന് കൂടുതൽ വിശദീകരിച്ചാൽ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ എക്സെപ്ഷൻ എന്താണ് എന്ന് നിങ്ങൾ അതിൻ്റെ ഉദാഹരണം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതിന് എക്സെപ്ഷൻ, അതിൻ്റെ ഒഴിവ്, അല്ലെങ്കിൽ ഇത് ബാധകമല്ലാത്തത്, റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് ബാധകമല്ലാത്തത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിനും ഹയർ പർച്ചേസ് അനുസരിച്ച് സാധനങ്ങൾ വിൽക്കുമ്പോഴാണ്. ഹയർ പർച്ചേസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് പറയേണ്ടി വരും. അത് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ തൽക്കാലം അതിനെ ഒഴിവാക്കിയാണ്. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. മാച്ചിങ് കൺസെപ്റ്റ് എന്താണ്? മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എക്സ്പെൻസസ് ഇൻകേർഡ് in an accounting period should be matched with revenues during the period. That is, revenue and expenses incurred to earn that revenue must belong to same period. ഇത്രയാണ് ഒരു അക്കൗണ്ടിങ് വർഷത്തിൽ വരേണ്ട വരുമാനം നേടിയെടുക്കാൻ ഉണ്ടാകുന്ന എല്ലാ ചിലവുകളും അതേ വർഷത്തെ അല്ലെങ്കിൽ അതേ അക്കൗണ്ടിങ് വർഷത്തെ ചിലവായി കണക്കാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണേൽ പറയാം ഇതിനെ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വർഷത്തിലുണ്ടായ വരുമാനം, ആ വരുമാനം നമ്മൾക്ക് എപ്പോഴാണോ ആ വരുമാനം നേടിയെടുക്കാൻ നമ്മൾക്ക് എപ്പോഴാണോ അവകാശം കിട്ടുന്നത്, എപ്പോഴാണോ വരുമാനം നമ്മളുടെ അവകാശമായി മാറുന്നത്, അപ്പോഴാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞു. ഇപ്പോൾ സാധനം വിറ്റിട്ട് അത് കടം വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾ പിന്നീടാണ് തരുന്നതെങ്കിൽ സാധനം വിൽക്കുന്ന സമയത്തെ എപ്പോഴാണോ വിറ്റത് ആ സമയത്തെ വരുമാനമായിട്ട് എടുക്കണമെന്ന് നേരത്തെ കൺസെപ്റ്റിൽ പറഞ്ഞു. അപ്പോൾ ഈ മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് അറിയുമോ? അങ്ങനെ നമ്മൾ വരുമാനം എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന എല്ലാ ചിലവുകളും അതേ അക്കൗണ്ടിങ് വർഷത്തെ ചിലവായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾക്ക് പറയാം. നമ്മളിപ്പോൾ പിന്നെ ഒരു സാധനം വിറ്റു എന്ന് കരുതുക. ഈ സാധനം വിറ്റത് മാർച്ച് 31-നാണ്. പക്ഷെ വിറ്റ ഉടനെ ഈ പറയുന്ന ആള് ഇച്ചിരി ദൂരെയുള്ള ആളാണ്. അപ്പോൾ ദൂരെയുള്ള ആളിന് നമ്മൾ സാധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഏപ്രിൽ 1-നാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഏപ്രിൽ 2-നൊക്കെ നമ്മൾ ഈ സാധനം കൊടുത്തു വിടുകയുള്ളൂ. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? ഏപ്രിൽ 2-നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇനി പൈസ കൊടുത്ത് ഈ സാധനം കൊണ്ടുപോകുന്നത്. എങ്കിലും അത് മാർച്ച് 31 എക്സ്പെൻസ് ആയിട്ട് തന്നെ കണക്കാക്കണം. കാരണം മാർച്ച് 31 വിറ്റ സാധനത്തിനുള്ള എക്സ്പെൻസ് ആണ് നമ്മൾ ഏപ്രിൽ 2-ന് മുടക്കുന്നത്. അപ്പോൾ പിന്നീടാണ് ആ എക്സ്പെൻസ് മുടക്കുന്നതെങ്കിൽ നമ്മൾ ഈ മാസത്തെ ആ പറയുന്ന മാർച്ച് 31 എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. ഇനി അതിന് സിമ്പിളായിട്ട് ഒരു ഉദാഹരണമുണ്ട്. നമ്മളിപ്പോൾ വാടക കൊടുക്കുന്നു എന്ന് കരുതുക, വാടക. അപ്പോൾ ഈ വാടക കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ മാർച്ച് 31 അക്കൗണ്ടിങ് ഇയർ അവസാനിക്കും. നമ്മൾ അടുത്ത 2 മാസത്തെ വാടക അങ്ങ് മുൻകൂട്ടി കൊടുക്കുക, ഏപ്രിലെ മെയില്. അപ്പോൾ മാർച്ച് 31 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിച്ചു. പക്ഷെ നമ്മൾ വാടക കൊടുത്തപ്പോൾ ഏപ്രിലും മെയിൽ മാസത്തെയും വാടകയും കൊടുത്തു. അത് നമ്മുടെ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂ? അല്ലെങ്കിൽ മാർച്ച് 31-നകത്തുള്ള എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂ? ഇല്ല. കാരണം ഏപ്രിൽ 1 മുതൽ അടുത്ത അക്കൗണ്ടിങ് ഇയർ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർച്ച് 31 വർഷം അവസാനിക്കുന്നു, ഏപ്രിൽ മുതൽ അടുത്ത വർഷം അടുത്ത അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ മുൻകൂട്ടി എക്സ്പെൻസ് കൊടുക്കുന്നു. അങ്ങനെ മുൻകൂട്ടി എക്സ്പെൻസ് കൊടുത്താലും അത് നമ്മളുടെ ഈ മാർച്ച് 31 അവസാനിക്കുന്ന അക്കൗണ്ടിങ് വർഷത്തെ എക്സ്പെൻസ് അല്ല, അത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ കണക്കാക്കണം. ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല, അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് അവിടെ കണക്കാക്കേണ്ടി വരും. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഏത് പീരീഡിലാണ് ഉണ്ടായ ചെലവ്, ഏത് പീരീഡിലാണോ ആ ചിലവ് ഉണ്ടാകുന്നത് ആ പീരീഡിലെ ചിലവായിട്ട് തന്നെ അതിനെ എടുക്കണം. അപ്പോൾ ശമ്പളം, വാടക എന്നിവയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ മുൻകൂട്ടിയൊക്കെ കൊടുക്കാറുണ്ട്. ചിലപ്പം കൊടുക്കുന്നതിൽ കാലതാമസം വരാറുണ്ട് അല്ലേ? ചിലപ്പോൾ ഈ മാസത്തെ വാടക മാർച്ച് 31 വാടക നമ്മൾ കൊടുത്തിട്ടില്ല.
ചിലപ്പോൾ അത് ഏപ്രിലായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ആണെങ്കിലും നമ്മൾ എന്ത് വേണം, അത് മാർച്ച് 31 തന്നെ ചിലവായിട്ട് എടുക്കണം. അപ്പൊ ഏത് പീരീഡിലാണോ നിങ്ങൾക്ക് ഒരു ചിലവ് ഉണ്ടാകുന്നത് ആ പീരീഡ് ചിലവ് ആ മാസം തന്നെ എടുക്കണം. അത് കൊടുക്കുന്നത് ചിലപ്പം പിന്നീടാകാം, ചിലപ്പം മുൻകൂട്ടി കൊടുത്തെന്ന് വരാം. എന്ത് തന്നെയായാലും ശരി, ഏത് പീരീഡിലാണോ ചിലവുണ്ടായത് ആ പീരീഡിലെ ചിലവ് അതേപോലെ തന്നെ എടുക്കേണ്ടതായി വരും. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. നമ്മുടെ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റിന് വേണ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉദാഹരണവും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ മാസത്തെ ചിലവ്, അടുത്ത 2 മാസങ്ങളിലെ ചിലവ്, അടുത്ത അക്കൗണ്ടിംഗ് ഇയറിലെ ചിലവ് നമ്മൾ ഈ മാർച്ച് 31 തന്നെ കൊടുത്തു തീർത്താലും അത് അടുത്ത വർഷത്തെ ചിലവായിട്ടേ പരിഗണിക്കാവൂ. അതേപോലെ ഈ മാർച്ച് 31 വാടക നമ്മൾ കൊടുത്തില്ല, അത് അടുത്ത വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ 5 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും അത് മാർച്ച് 31 വരെ അവസാനിക്കുന്ന അക്കൗണ്ടിംഗ് വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് കൊടുത്തു തീർത്തോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, എപ്പോഴാണോ എക്സ്പെൻസ് ആകുന്നത് ആ എക്സ്പെൻസ് ആ പീരീഡിൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ മാർച്ച് 31 ഉണ്ടാകുന്ന എക്സ്പെൻസ് പിന്നീടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അത് മാർച്ച് 31 തന്നെ എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കണമെന്നാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഇവിടെ വിശദീകരിക്കുകയാണ്. മാച്ചിങ് കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷത്ത് സ്വീകരിക്കപ്പെട്ട എല്ലാ വരുമാനവും ആ സാമ്പത്തിക വർഷത്തെ വരുമാനമായി കാണണമെന്നില്ല. നമ്മൾ ആ പറയുന്ന ചിലവിൻ്റെ കാര്യം മാത്രമല്ല, വരവിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന നിയമം ബാധകമാണ്. അപ്പോൾ വരുമാനമാണെങ്കിലും ചിലവാണെങ്കിലും ഈ പറയുന്ന മാച്ചിങ് കൺസെപ്റ്റ് ബാധകമാണ്, അല്ലേ? അപ്പോൾ വാടക നേരത്തെ നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കിട്ടുന്ന കാര്യമാണെങ്കിലോ, നമുക്ക് ഒരു കസ്റ്റമർ തരാനുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസ വാടക അയാൾ മാർച്ച് 31 തന്നു. അപ്പോൾ മാർച്ച് 31 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മാർച്ച് 31 വരുമാനമായിട്ട് എന്തെടുക്കാൻ പാടില്ല? ഏപ്രിൽ മാസത്തേക്ക് കിട്ടിയ വാടക എടുക്കാൻ പാടില്ല. വാടക നമുക്ക് കിട്ടി, ഏപ്രിൽ മാസത്തെ വാടക കിട്ടി എന്നാണ് മാർച്ച് 31 അതുകൊണ്ട് അങ്ങ് എടുത്തു കളയാമെന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. അത് ഏത് പീരീഡിലെ ഇൻകം ആണോ ആ പീരീഡിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഏപ്രിലിലെ വാടകയാണ് അയാൾ തന്നതെങ്കിൽ അത് ഏപ്രിൽ മാസത്തെ തന്നെ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ തന്നെ വരുമാനമായിട്ട് എടുക്കണം. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റാണ്. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കണം. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ഓൾ മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ഫാക്ട്സ് കൺസേണിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മസ്റ്റ് ബി fully and completely disclosed in financial statements to help the users of accounting information to take informed decisions. ഇത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ കാര്യം. നമ്മൾ ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ അതായത് ആ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനത്തെ ബാധിക്കുന്ന ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് തീരുമാനമെടുക്കുന്ന ആൾക്കാരുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന, തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കണം. അതായത് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ പറയുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, നിങ്ങൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ വെളിപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യങ്ങളും മറച്ചു വെക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറയാം. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്താണ്? കൺസിസ്റ്റൻസി സ്ഥിരതയാണല്ലേ. ദിസ് കൺസെപ്റ്റ് സേസ് ദാറ്റ് ദി അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ ദി enterprises are to be uniform and are consistent over a period of time. ഇത്ര മാത്രമേ ഉള്ളൂ. വിവിധ സ്ഥാപനങ്ങൾ സാമ്പത്തിക അക്കൗണ്ടിങ്ങിൽ പിന്തുടരുന്ന പ്രയോഗങ്ങളും നയങ്ങളും ഐക്യരൂപമുള്ളതും കാലാകാലങ്ങളിൽ സ്ഥിരത പുലർത്തുന്നതുമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്ഥാപനങ്ങൾ നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൽ പല പ്രിൻസിപ്പിളുകൾ, പല സ്റ്റാൻഡേർഡ്, പല ട്രീറ്റ്മെൻറ്റുകളും ഫോളോ ചെയ്യാറുണ്ട്. പല രീതിയിൽ നമ്മളിതിനെ ഈ പറയുന്ന അക്കൗണ്ടിങ് നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ പിന്തുടരുന്ന നയങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ, അത് പരമാവധി എല്ലാ സ്ഥാപനങ്ങളിലും ഐക്യരൂപമുള്ളതായിരിക്കണം.
എന്നാലേ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പെർഫോമൻസ് നമ്മളിന്ന് കമ്പയർ ചെയ്ത് നോക്കണം, താരതമ്യപ്പെടുത്തി നോക്കണം. നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? അത് ഐക്യരൂപമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ തയ്യാറാക്കുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം ഒരേ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള അക്കൗണ്ടിങ് നയങ്ങൾ, ഒരേ തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഉപയോഗിച്ചായിരിക്കണം, അത് ആധാരമാക്കിയായിരിക്കണം അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ഥിരത പുലർത്തുന്നതായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റുകളിൽ പിന്തുടരുന്ന നയങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ തോന്നുന്നത് പോലെ നമുക്ക് ഒരു വർഷം ഒരു രീതി, വേറൊരു വർഷം വേറൊരു രീതി, ആ രീതിയൊന്നും നമ്മൾ ആവശ്യമില്ലാതെ പിന്തുടരാൻ പാടില്ല. നമ്മൾ പിന്തുടരുന്ന നയങ്ങൾക്ക് സ്ഥിരതയുണ്ടായിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന, ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനം എന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. തേയ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഫിക്സഡ് അസറ്റിന് നഷ്ടപ്പെടുന്ന വാല്യൂ ആണ് അല്ലേ. നമ്മളൊരു വലിയൊരു മെഷീനറി വാങ്ങി, 10 വർഷം ഉപയോഗിക്കാവുന്ന മെഷീനറി വാങ്ങി, അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും മെഷീനറി തേഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുമല്ലോ. ആ തേഞ്ഞ് തീർന്നു പോകുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ പല രീതികളുണ്ട്, നമ്മൾ അതിന് പഠിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രീതി ഒരു വർഷം പിന്തുടർന്നാൽ അതേ രീതി തന്നെ എല്ലാ വർഷവും പിന്തുടരേണ്ടതുണ്ട്. അത്യാവശ്യമുള്ള ചില കാരണങ്ങളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം, അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും സ്ഥിരമായിട്ടുള്ള ഒരു രീതി നമ്മൾ പിന്തുടരണം. അപ്പോൾ ഡിപ്രീസിയേഷൻ ആയാലും സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ആയാലും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അക്കൗണ്ടിങ്ങിൽ പല രീതി പിന്തുടരാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ വർഷവും എല്ലാ സമയങ്ങളിലും സ്ഥിരമായ ഒരു രീതി തന്നെ പിന്തുടരുക എന്നുള്ളതാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഈ പറയുന്ന രീതികൾക്ക് മാറ്റം ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കൺസർവേറ്റിസം കൺസെപ്റ്റാണ്. ദിസ് കൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡഡ് അണ്ടിൽ റിയലൈസ്ഡ്, but all losses, even some of which have remote possibility, are to be provided in the books. It advocates playing safe. അതായത് ഈ കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു പ്ലേയിങ് സേഫ് അല്ലെങ്കിൽ ഒരു സേഫ് സൈഡ് ഗെയിം കളിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അത് പരിഗണിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഭം നമ്മൾക്ക് 100% നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾക്ക് പരിഗണിക്കാൻ പാടുള്ളൂ. എന്നാൽ നഷ്ടങ്ങൾ പരിഗണിക്കുമ്പോൾ വിദൂരമായിട്ടുള്ള നഷ്ടസാധ്യതകൾ പോലും പരിഗണിക്കണം. ഇപ്പോൾ ലാഭം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെയിൽ ഓർ റിട്ടേൺ ബേസിൽ സാധനം വിൽക്കാറുണ്ട്. ഉദാഹരണം, നമ്മൾ ഒരാൾക്ക് സാധനം വിൽക്കുന്നു, സാധനം വിൽക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ദൂരെയാണ്, അയാൾക്ക് സാധനം അയച്ചു കൊടുത്തിട്ട് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ സാധനം വാങ്ങിയാൽ മതി. അപ്പം നമുക്ക് ഏകദേശമൊക്കെ 100%, ഒരു 95% ഉറപ്പാണ് ഈ പറയുന്ന ആള് ഈ സാധനം നോക്കിയിട്ട് വാങ്ങും. 5% മാത്രമേ തിരിച്ചു തരാൻ സാധ്യതയുള്ളൂ. വാങ്ങാൻ തന്നെയാണ് സാധ്യത കൂടുതൽ എന്ന് വെക്കുക. എന്നാൽ പോലും നമ്മൾ അതിനെ വിൽപ്പനയായിട്ട്, ഉടനെയുള്ള വിൽപ്പനയായിട്ട് കണക്കാക്കാൻ പാടില്ല. അപ്പോൾ ഈ മാസമാണ് നിങ്ങൾ അയക്കുന്നെങ്കിൽ അത് ഈ മാസത്തെ വിൽപ്പനയായിട്ട് കണക്കാക്കാൻ പാടില്ല. നമുക്ക് ഏകദേശമൊക്കെ ഉറപ്പാണ് അയാൾ സാധനം വാങ്ങും എന്നുള്ളത്. കാരണം സാധനം നമ്മൾ അയച്ചു കൊടുത്ത് എന്താണ്, കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങുക എന്ന രീതിയിൽ സാധനം അയച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വിശ്വസ്തനായ കസ്റ്റമർക്കാണ് നമ്മൾ അയച്ചു കൊടുത്തത്, ഏകദേശം 95% അയാൾ വാങ്ങുമെന്ന് നമുക്ക് ഉറപ്പാണ്. എങ്കിൽ പോലും അതിനെ നമ്മൾ വിൽപ്പനയായിട്ട് എടുക്കാൻ പാടില്ല. മറിച്ച് അയാൾ എപ്പോഴാണോ ഈ സാധനം ഞാൻ വാങ്ങിയിരിക്കുന്നു എന്ന് അയാൾ നിങ്ങളെ അറിയിക്കുന്നത്, അപ്പോൾ മാത്രമേ അതിനെ വിൽപ്പനയായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പം ലാഭം ഉണ്ടാകുന്നു എന്ന് തോന്നലുണ്ടായാൽ മാത്രം നിങ്ങൾ അത് എടുക്കാൻ പാടില്ല. ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന കൺസർവേറ്റിസം. എന്നുവെച്ചാൽ ലാഭം ഉണ്ടായാൽ മാത്രമേ എടുക്കൂ, പക്ഷേ എല്ലാ നഷ്ടങ്ങളെയും നമ്മൾ പരിഗണിക്കും എന്നുള്ളതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. അതൊരു കൺസെപ്റ്റാണ്. നമ്മൾ ഈ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ട് എന്ന് വെക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. ആ സ്റ്റോക്കിന് കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ, അതായത് നമ്മൾ വാങ്ങിയ വില 500 ആണെന്ന് വെക്കുക. മാർക്കറ്റിൽ ഇപ്പോൾ അതിന് 400 രൂപയുള്ളെങ്കിൽ നമ്മൾ ഏതാ റെക്കോർഡ് ചെയ്യുന്നത്? 400 ആയിട്ട് പരിഗണിക്കും. 100 രൂപ നമ്മൾ എഴുതി തള്ളും, 100 രൂപ നമ്മൾ നഷ്ടപ്പെട്ടായിട്ട് കണക്കാക്കും. അതേപോലെ നമ്മൾക്ക് കിട്ടാക്കടത്തിന് പ്രൊവിഷൻ വെക്കുന്നത്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ സാധനം ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയി, നമുക്ക് തോന്നുകയാണ് ഇവൻ സാധനത്തിന് പണം തിരിച്ചു തരാനുള്ള ഒരു സാധ്യതയില്ല. നമുക്ക് 100% ഉറപ്പില്ല, പക്ഷെ സംശയമുണ്ട് ഇവൻ പണം തരാൻ സാധ്യതയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ തുകയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പണം നമ്മൾ മാറ്റി വെക്കും. അതിന് പ്രൊവിഷൻ എന്നാണ് പറയുന്നത്. അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും.
അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന കൺസർവേറ്റിസം കൺസെപ്റ്റിന് ഉദാഹരണമാണ്. സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, അതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണോ അത് മാത്രമേ നമ്മൾ എടുക്കൂ. നമ്മുടെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഉണ്ടെന്ന് വെക്കുക, ആ സ്റ്റോക്കിന് കോസ്റ്റ് പ്രൈസ് 1000 രൂപയാണ്, പക്ഷെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് 500 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് എടുക്കൂ? 500 എടുക്കൂ. ഇനി കോസ്റ്റ് പ്രൈസ് 1000, മാർക്കറ്റ് പ്രൈസ് 2000 ആണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മളത് വിറ്റാൽ 2000 രൂപ കിട്ടും. എന്നാലും നമ്മൾ ഏതേ എടുക്കാൻ പാടുള്ളൂ? കോസ്റ്റ് പ്രൈസ് എടുക്കാൻ പാടുള്ളൂ. അതേപോലെ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പണം അല്ലെങ്കിൽ നമ്മുടെ സാധനം കടം വാങ്ങിക്കൊണ്ട് പോയ അയാൾ പണം തിരിച്ചു തരാൻ സാധ്യതയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ആ നഷ്ടത്തിന് വേണ്ടി കുറച്ച് തുക മാറ്റി വെക്കും. ഈ നഷ്ടത്തിന് വേണ്ടി തുക മാറ്റി ഇങ്ങനെ വെക്കുന്നതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ അതിന് അതിന് തുല്യമായ ഒരു തുക മാറ്റി വെക്കുന്നതിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന സാധ്യത ഉണ്ടെങ്കിൽ തോന്നിയാൽ തന്നെ നമ്മൾ ഈ പറയുന്ന തുക മാറ്റി വെക്കും. അപ്പം നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിനുവേണ്ടി പണം മാറ്റി വെക്കും. പക്ഷെ ലാഭത്തെ സംബന്ധിച്ചോ അത് കിട്ടിയാൽ മാത്രമേ നമ്മൾ രേഖപ്പെടുത്തുകയുള്ളൂ. അതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് പറയുന്നത്.